എന്താടാ അച്ചു മൊത്തൊരു വിഷമം? റസീദയുടെ ഫോൺ നോക്കിയപ്പോഴില്ലേ അങ്ങനെ തന്നെ വേണം. നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരിക്കരുതെന്ന്? ഗെയിം കളിച്ചല്ല അമ്മ, പരീക്ഷയ്ക്കുള്ള ടാബിളില്ലേ അത് ഡൗൺലോഡ് എടുക്കാൻ പോയതാ. ഓ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിനക്ക് എന്റെ ഫോൺ എടുത്ത് ഡൗൺലോഡ് ചെയ്തുകൂടായിരുന്നോ? നീ എന്തിനാ അവിടെ പോയത്? അതിന് നെറ്റ് വേണ്ട അമ്മ. അതിന് നെറ്റ് വേണല്ലേ? ഒരു കാര്യം ചെയ്യാം, അച്ഛൻ വരട്ടെട്ടോ, എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നെറ്റൊക്കെ ചാർജ് ചെയ്തിട്ടുള്ളൊരു ഫോൺ നമുക്ക് ഒട്ടന്നെ റെഡിയാക്കാം. ഇതൊക്കെ വല്ല നടക്കോ? നടക്കൂടെ, നിന്റെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടിട്ടല്ലേ? ആ, ഞാൻ അപ്പുറത്ത് അങ്ങനെ പോയി അച്ഛൻ വന്നിട്ട് ഞാൻ എന്തായാലും വാങ്ങിപ്പിക്കാം. പോരെ? അച്ഛൻ മണിക്കൂട്ടുണ്ട്. ഇവിടെ പോടാ, റിസിയത്തിന്റെ വീട്ടിൽ ചീത്ത കെട്ടി വെച്ചിട്ട് ഇവിടെ വന്ന് വലിയ ആളാവല്ലേ? ഞാൻ വാങ്ങിപ്പിക്കുന്നു എന്തായാലും. പോരെ? ഇപ്പൊ ഇക്കോടെ ഞാൻ ശരിയാക്കി തരാം. ദൈവമേ, ശരിയാവോ? നല്ല ഒന്നാം നമ്പർ അയിലാണ്. കറി വയ്ക്കുകയും ചെയ്തോ വർക്കും ചെയ്തോ? പാസുവേട്ടാ, അച്ഛൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അച്ഛൻ്റെ കാര്യത്തിൽ എന്താ നീ തീരുമാനത്തിന് പ്രശ്നം? അവൻ നിന്റെ മോൻ തന്നെയല്ലേ? അയ്യോ, കൂടുതൽ തമാശിക്കല്ല കേട്ടാ. അവന് സ്കോളർഷിപ്പ് പരീക്ഷയാന്നറിയോ നിങ്ങക്ക്? പരീക്ഷ എഴുതിക്കോട്ടെ. അതിന് ആദ്യം പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യം നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ അതിന് പറ്റിയൊരു ഫോണ് വേണം. അതൊന്ന് വാങ്ങിച്ചു കൊടുക്കുവോ? ഫോണ് വാങ്ങിക്കാനാ? പുതിയ ഫോണ് വാങ്ങിച്ചിട്ട് നിങ്ങളിപ്പോ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതണ്ട. എന്ത് വർത്താന വാസുവേട്ടാ പറയുന്നത്? സ്കോളർഷിപ്പ് കിട്ടിയ നമുക്ക് തന്നെയല്ലേ ഗുണം. 10ാം ക്ലാസ് വരെ പിന്നെ അവന്റെ പഠിപ്പിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേ വേണ്ട. പിന്നെ മാസത്തിൽ ഷൈപ്പൻറ്റും കിട്ടും. ഷൈപ്പൻറ്റ് കിട്ടും? അതൊക്കെ പുസ്തകം നോക്കി പഠിച്ചാലും കിട്ടും. അങ്ങനെ എഴുതി പാസ്സായാൽ മതി. ഓ, അല്ലെങ്കിൽ ഈ വാട്സപ്പും ഫേസ്ബുക്കും കുന്തൊന്നും അറിയാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എന്റെ മക്കളുണ്ടല്ലോ, ഞാൻ ലോകം കണ്ടു വളർന്നു. എടി, അവൻ ഈ വീടും ഇതിന്റെ ചുറ്റുവട്ടോ ഇവിടേക്കുള്ള ലോകം കണ്ടു വളരട്ടെ, എന്നിട്ട് മതി പുറത്തേക്കുള്ള പോക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾ മൊബൈൽ വാങ്ങിക്കൊടുക്കൂല? മൊബൈലൊന്നും വാങ്ങിച്ചു തരില്ല. അപ്പോൾ അതിനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ ഞാൻ ഈ നെറ്റും മൊബൈലൊന്നും ഉണ്ടായിട്ടല്ലല്ലോ ഇപ്പൊ ഞാൻ ഈ പൊസിഷനിലേക്ക് എത്തിയത്. ആ പൊസിഷനിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവനത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അതെ, നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഒരു ഗ്ലാസ് കട്ടൻ ചായ വെക്ക്. വേണ്ടാത്ത കാര്യമല്ല വാസോട്ടോ, വേണ്ട കാര്യാ. ഞാൻ അവൻ്റെ അടുത്ത് പറയും. എപ്പോ പോയതാണ്? അന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സമയത്തിന് കടയിലേക്ക് വരണമെന്ന്? എത്ര നേരമായി ഞാൻ എന്നെ കാത്തിരിക്കുന്നു. ഇപ്പൊ പൂട്ടിട്ടാ പോന്നിട്ടുള്ളത്. എനിക്ക് ഒറ്റക്ക് ഇരിക്കാൻ പറ്റില്ല ആശാനെ കടയിൽ. എന്താണ് എടാ, അവിടെ ആൾക്കാർ തയ്ക്കാൻ കൊണ്ടുവന്ന സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോ അതൊന്ന് എടുത്തു കൊടുക്കാൻ ഒരാളവിടെ വേണ്ടേ? അപ്പോഴല്ലേ കായ് കിട്ടുക. തയ്ച്ച സാധനം വാങ്ങാൻ വരുന്നതല്ല, തയ്ച്ചത് ശരിയായിട്ടാ തല്ലാൻ വരുന്നതാണ്. പൈസ വരാനൊന്നും അല്ല വരുന്നത് ആശാനെ. ഈ തല്ലാൻ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 5-6 മാസം മുമ്പ് തയ്ക്കാൻ തന്നവരാണ്. ഓൻ അതൊക്കെ അങ്ങോട്ട് തന്നു പോയിട്ട് പിന്നെ തിന്ന് കൊഴുത്ത് തടിച്ച് ചീർത്ത് ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പൊ ഈ ഷർട്ട് വാങ്ങാവുക? അപ്പൊ അത് ഇജ്ജ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ? എന്ത് മനസ്സിലാക്കാ? തുന്ന് പൊട്ടിച്ചു കൊടുത്താ പോരെ? അപ്പോഴാവുമ്പോ വല്ല ആശുപത്രിയിലും കിടന്നിട്ട് മെലിഞ്ഞിട്ട് വരുന്നത്. എടാ, ഇതിനൊരു അടിയൊക്കെ ഉറപ്പാണ്. അത് മനസ്സിലാക്കിയിട്ട് അവരുടെ അടുത്ത് തക്കത്തിൽ പറഞ്ഞ് സംസാരിച്ച് നിൽക്കാൻ പഠിക്കണോ? അതിനല്ല എന്നെ അവിടെ ഇരുത്തിയേക്കണ് തജ്ജാലേ. അത് പറ്റുന്നില്ല ആശാനെ. എങ്ങനെയും എന്താ പറ്റാത്ത എനിക്ക്? ഓരോരോ കാര്യങ്ങളുടെ അങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുക. ചെറിയ അടിയൊക്കെ കൊള്ളൂ. അതാ എന്താണ് എന്താ വാസുട്ടേ? എപ്പോ പടച്ച റബ്ബേ, എന്നിട്ട് തെരഞ്ഞോ? ഞാതാ വരണേ. പോരാ. എന്താ വാസുട്ട മോനെ കാണാനില്ലാന്ന്. ഇതുവരെ സ്കൂൾ വിട്ട് വന്നിട്ടില്ല. എത്ര മണി? 4 ആയില്ലേ? സമയം ആവുന്നല്ലേ? അല്ല, അതല്ല, സ്കൂൾ ഉച്ചക്ക് വിട്ട് ഇപ്പൊ 4 മണിയായിട്ടും ആളെ കാണാനില്ല. അവനെ കാണാനില്ലാന്ന്. എന്ത് ചെയ്യും? കുഞ്ഞിനെ നോക്കണ്ടായി. അത് ആരെങ്കിലും തട്ടിക്കൊണ്ടുവരുന്നുണ്ടാവും. കുറ്റം നോക്കി അങ്ങോട്ട് തരുവാണ്ട് ഞാൻ. എന്ത് വർത്താനം പറഞ്ഞേ? പത്രത്തിലെ കാണുന്നോണ്ടാ ഞാൻ പറഞ്ഞു. ആശാനെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ്. വേണ്ട, അതൊന്നും ശരിയാവില്ല. വേണ്ട ശരിയാണ്. നമുക്ക് ആസ്പത്രിയിൽ പോയി അന്വേഷിക്കാം. വേണ്ട ചങ്ങായി, വരട്ടെ. വേണ്ട ആശാനെ, ഒരു കാര്യം ആശാനെ, ഞാൻ ആശാനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമുക്ക് വാസോട്ടനും മല്ലികച്ചിയോടും നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം പറയാം. കുഞ്ഞി പോയതല്ലേ. ഇന്ന് മിണ്ടാക്കണം. ഒരെണ്ണം വിളിക്കട്ടെ. ഇയ്യ വന്നിട്ട് ആശ്വസിപ്പിക്കണം അവിടെ. ഇപ്പൊ ഈ കുറച്ചു നേരത്തെ എന്താ പറഞ്ഞത് ഞാൻ കേട്ടല്ലേ? ഞാൻ കടയിലേക്ക് തന്നെ ചെല്ലി. കടയിലേക്കല്ലേ? അവിടെ ആരെങ്കിലും വരും. പോ ചെല്ലി. ജോസിറ്റേ, അതെ, അറിഞ്ഞ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ വാസുട്ട കുട്ടീനെ കാണാൻ ഞാൻ. ടീച്ചറെ, കുട്ടി ഇതുവരെ എത്തിയിട്ടില്ല. അച്ചുവേ,
അതെ, ഉച്ചയ്ക്ക് ഇപ്പോൾ ക്ലാസ് വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ പോയാലും ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്തേണ്ടതാണേ. ഇതിപ്പോ നേരെ ഒരുപാടായി. ആ വേറെ ഇല്ല, വേറെ കൂട്ടുകാരുടെ കൂടെ ഒന്നും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോവാറില്ല. അല്ല വൈഫൊക്കെ ആകെ ടെൻഷനില്ല. ഓ അത് ശരി. എന്നാ പിന്നെ ഞങ്ങൾ നോക്കാം. വാസുട്ടൻ എന്താ ടീച്ചർ പറഞ്ഞേ? ടീച്ചർ പറയണത് എന്താണെന്ന് അറിയില്ല, അവർക്കറിയില്ല. അവര് ക്ലാസ് വിട്ടപ്പോ കുട്ടികളൊന്നും എല്ലാരും പോയതാണ്, സ്കൂളിൽ നിന്ന് പോയി എന്നാ പറയണത്. അയ്യ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇനിയിപ്പോ ഓനെ ടീച്ചർ വല്ല വഴക്കെങ്ങാനും പറഞ്ഞാണോ? ഇനിയിപ്പോ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? വേറെ ആരെ വിളിക്കണം? ടെൻഷൻ അടിക്കാൻ നിൽക്കുമോന്ന്. പരികുട്ടി അച്ഛനെ കാണാലോ. അല്ല അതെ, ഞങ്ങൾ അറിഞ്ഞപ്പോ ഇവിടെ പകുതിയൊക്കെ തെരഞ്ഞിട്ടാ. എന്താ ചെയ്യാ? അയ്യോ മറ്റേ സ്കൂളിൽ വിളിച്ചോ? സ്കൂളിൽ വിളിച്ചു. ടീച്ചർ അവിടുന്ന് പറയണ കുട്ടികളൊക്കെ പോയിട്ടുണ്ട്, അവിടെ ഇപ്പൊ ആരും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ വരണ വഴി ആ കടയിലും കളിസ്ഥലത്തും ഒക്കെ നോക്കി, അവിടെ ഒന്നും അവനെ കണ്ടില്ല. അതെ, സ്കൂളിൽ വിളിച്ചിട്ട് ഈ കൂടെയുള്ള പിള്ളേരുടെ വല്ല നമ്പർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ വിളിച്ചു നോക്കി, അവിടെ ഒന്നും അവനില്ല. വ്യസനിക്കണ്ട, അവൻ എവിടെ പോരാണ്, എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ ഉണ്ടാവൂതേ. ഇനി അവന് പ്രയാസം വന്ന രീതിയിൽ വല്ലതും പറഞ്ഞാ? ഇല്ല, ഇന്നൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവനെ. മുടി വെട്ടിക്കളയാൻ പറഞ്ഞ അവനോട്? ഇന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറയണേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അതെ, അല്ല ഈ മറ്റേ വല്ല ബന്ധുക്കളുടെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ പോവാറുണ്ടോ? എന്താണെങ്കിലും പറഞ്ഞിട്ടല്ലേ പോവലുള്ളൂ അല്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവണില്ല. അല്ല ടെൻഷൻ അടിക്കേണ്ടത് ഇപ്പൊ ഈ പിള്ളേരെന്ന് പറഞ്ഞ ഈ വഴി കൂടെ ഇങ്ങനെ വായി നോക്കിയൊക്കെ നടക്കും. ചിലപ്പോ വല്ല പിള്ളേരൊക്കെ കൂടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലേ വേറെ സിനിമ പോസ്റ്റർ ഉണ്ടാവില്ല, അത് നോക്കി ഞാൻ അരമണിക്കൂർ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഈ സ്കൂള് വിട്ട് വരുമ്പോ കൈ കാണിക്കണ ഒരു പരിപാടി ഉണ്ട് ഏതെങ്കിലും വണ്ടിയിൽ. അവന്മാര് വല്ലതും നിർത്താതെ പോയാ എന്താ അങ്ങനെയൊന്നും ഇല്ല. ഓ നടന്നിട്ടില്ല. അതെ, നമുക്കൊന്ന് തറിയാ മൊത്തം. അതെ, ഒരു കാര്യം ചെയ്താലാ, നമുക്ക് പോലീസ് സ്റ്റേഷനിലൊന്നും കൊടുത്താലോ? പോലീസ് സ്റ്റേഷൻ വേണ്ട വാസുട്ടി, നമുക്ക് ഒന്നും കൂടി അന്വേഷിക്കാം. അതിനൊരു സംവിധാനം ഉണ്ട്, അതിനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. നമുക്ക് ഈ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഇല്ലേ, അവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിൽ ആ പടം ഇട്ട് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്താൽ ആള് വൈകുന്നേരം തന്നെ ഇവിടെ വരും, ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കൊടുക്കാം. മല്ലി അവന്റെ പടം വല്ല ഇരിപ്പണ്ട, ഒരു ഫോട്ടോ എടുത്ത്. കൊച്ചിന്റെ കാര്യമാണ് നിങ്ങൾ വെറുതെ. ഇത് കൊച്ചിനെ തരരുതെന്നല്ല പറഞ്ഞ, ലോകം മുഴുവൻ ഇങ്ങനെ ഒരു പയ്യനെ കാണാനില്ലെന്നാ പറഞ്ഞ. നമ്മ അന്വേഷിച്ച് നടന്നിട്ട് കണ്ടുപിടിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു സഹായമല്ലേ ഇത്? വെറുതെ വ്യസനിക്കാൻ വേണ്ടി മാത്രം നടക്കുകയാണ്. നീ പേടിക്കണ്ട. അല്ല കിട്ടുമോ, ടെൻഷൻ അടിക്കണ്ട. അധികം സമയമൊന്നും ആയിട്ടില്ലോ. പിന്നെ ഇപ്പൊ എന്നാലും ഈ നേരത്തൊക്കെ ഇപ്പൊ ഇങ്ങനെ വൈകലുണ്ടോ ഈ നേരം വരെയൊക്കെ? ഇത് മതി. ഇതൊന്നൊക്കെ ഉള്ളം കൈ പിടിച്ച് ഒരു ഫോട്ടോ കിട്ടെ. അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ നോക്കിട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന അച്ചു എന്ന് വിളിക്കുന്ന കുട്ടിയെ ഇന്നു മുതൽ കാണാതായിരിക്കുന്നു. കണ്ടു കിട്ടുന്നവർ ഈ ഫോൺ നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെടേണ്ടതാണ്. അതിനുള്ള ചിലവ് ഞങ്ങൾ വഹിക്കുന്നതാണ്. പോരെ? വാസൂട്ടിന്റെ നമ്പറും വെച്ചേക്കാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഒന്നും കൂടി റൗണ്ട് ചെയ്യാം. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് തപ്പാട്ടോ. ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലും എല്ലാ ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് അന്വേഷിക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ ആരെങ്കിലും കാണണേ നമ്മൾ ഈ ഫോൺ നമ്പറിൽ നിന്നെ വിളിച്ചോളൂ. അല്ല, ഇത് നല്ലതാണ് സംഗതി, നല്ല ഒന്ന് എല്ലാരും ആൾക്കാരെ. അതെ, എന്തേലും വിവരം ഉണ്ടെങ്കിൽ ഫോണിൽ അറിയിക്കണം. ഒന്ന് കറങ്ങാം, ഒന്നുകൂടി കറങ്ങി ഞങ്ങളൊന്ന് പോയിട്ട് പറ്റേ. എന്തെങ്കിലും വിവരം അറിയിക്കണ്ട കേട്ടാ. ഞാനും വരണോ? ചെക്കൻ ചിലപ്പോ ഇങ്ങോട്ട്, അതിനുള്ളിൽ ചിലപ്പോ ഇങ്ങോട്ട് വരുവാൻ. ഇതാ വരണു. ദേഹം തളരുന്നുണ്ട് റസിയ. ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഓരിപ്പൊ കൊണ്ടുവരും ഓന.